ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് മിനി ആൻ്റണി. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ മക്കളുടെ റിസൾട്ടൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും അല്ലേ. +2, +1, പിന്നെ SSLC. അപ്പോൾ വരും ദിവസങ്ങളിൽ പരീക്ഷകളുടെ റിസൾട്ടൊക്കെ വരും. അപ്പോൾ എല്ലാവരും കുറച്ച് ടെൻഷനിലൊക്കെ ആയിരിക്കും. പണ്ട് കാലത്തൊക്കെ ഉള്ളൊരു ടെൻഷൻ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷെ എല്ലാവർക്കും അങ്ങനെയല്ല. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പരീക്ഷ എഴുതി ഓരോ ദിവസവും പ്രാർത്ഥനയാണ്. ഓക്കെ, പഠിക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് പഠിക്കൂല, പക്ഷെ പ്രാർത്ഥന അപാരാണ്. ഓക്കെ, അപ്പം അതൊക്കെ നമ്മുടെ ഒരു പ്രാർത്ഥന കൊണ്ട് നമ്മുടെ മാർക്കുകളൊക്കെ ടീച്ചർമാർ മാറ്റിമറിച്ച് എഴുതുന്നുള്ളതൊക്കെ നമ്മുടെ ഒരു വിശ്വാസം. നമ്മൾ പഠിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് പാരൻസിനോടും പിള്ളേരോടും, ഒരു പരീക്ഷയും അതിൻ്റെ മാർക്കൊന്നുമല്ല ജീവിതം. പരീക്ഷകൾ ഇനിയും എഴുതാം. ഓക്കെ, പലർക്കും പല പ്രതീക്ഷകളായിരിക്കും. ചിലപ്പോൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാകാം, എന്നിട്ടും മാർക്ക് കുറഞ്ഞു പോയി. അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളായിരിക്കും പാരൻസിനും പിള്ളേർക്കും. പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് ഉള്ള പെർസെൻറ്റേജും മാർക്കും ഒന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ തോറ്റുപോയി എന്നോർത്ത് എന്താ പറയുക, ഇനി അങ്ങോട്ട് ജീവിതം ഇല്ല, എല്ലാം ഇരുട്ടായി, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സപ്ലി, ഈവൻ നമ്മൾ പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് വീണ്ടും പരീക്ഷ എഴുതാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു പരീക്ഷയുടെ മാർക്ക് കൊണ്ടൊന്നും അല്ല നമ്മുടെ ജീവിതം ജീവിക്കാനിരിക്കുന്നത്. ഓക്കെ, ചില പിള്ളേർക്ക് അവരവരുടെ ഓരോ പിള്ളേരുടെയും IQ ഡിഫറെൻ്റ് ആണ്. പലർക്കും പല മറ്റ് ഏരിയകളിലായിരിക്കും ഇൻട്രസ്റ്റ്. ചിലപ്പോൾ കാണാപ്പാടം കുറേ തിയറിയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഉള്ള ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കില്ല അവർക്ക്. അവരുടെ കാര്യങ്ങൾ ചിലപ്പോൾ ചില ആർട്ടുകളിലായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മെക്കാനിക്കൽ, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ആയിരിക്കും അവരുടെ ഇൻട്രസ്റ്റ്. അതുകൊണ്ട് മക്കൾ പഠിച്ച് ഡോക്ടറും എഞ്ചിനീയറും മാത്രം ആവണതല്ല ജീവിതം. ഓക്കെ, അപ്പോൾ പാരൻസും അത് മനസ്സിലാക്കുക. റിസൾട്ട് വന്നിട്ട് നോക്കട്ടെ, എന്നിട്ട് പിള്ളേരെ കുറച്ച് ചീത്ത പറയുക, അതിക്ക് മുൻപ് ചീത്ത പറയുക, അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് അവർക്ക് കുറച്ചൊരു സപ്പോർട്ടീവായിട്ട് നിൽക്കുക. ഇത് ഞാൻ പറയാൻ കാരണം, ഇന്ന് വീട്ടിലുണ്ടായൊരു സംഭവം. അപ്പോൾ എൻ്റെ മോൻ്റെ റിസൾട്ട് 8-ാം തീയതി, 9-ാം തീയതി, 10-ാം തീയതി അങ്ങനെയൊക്കെ ഒരു ഡേറ്റിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഹസ്ബൻഡും ജോലിക്ക് പോകും, അവന് വെക്കേഷനാണ്, അവൻ വീട്ടിലുണ്ടാവും. അവന് കുഴപ്പമില്ലാത്തൊരു മാർക്ക് ഉണ്ടാവുന്നത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസവും അവൻ്റെ പ്രതീക്ഷയും എല്ലാം. പക്ഷേ വീണ്ടും എന്നിട്ടും ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ അവനോട് പറയണതാണ്, മോനെ ഇന്ന് നാളെയൊക്കെ റിസൾട്ട് വരും, എങ്ങാനും ഇപ്പം ടീച്ചർമാരൊന്നും അല്ല ഈ പേപ്പറൊക്കെ നോക്കണം. പണ്ട് ടീച്ചർമാർ കുത്തിയിരുന്നാണ് ഈ പേപ്പറുകളൊക്കെ ഇവാലുവേറ്റ് ചെയ്യണത്. പണ്ട് ടീച്ചേഴ്സാണ് അവരിരുന്ന്, അവർ വെക്കേഷൻ ആണെങ്കിൽ പോലും അവരുടെ സമയമൊക്കെ സ്പെൻഡ് ചെയ്താണ് ചെയ്യണത്. ഇപ്പോൾ പെട്ടെന്ന് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കമ്പ്യൂട്ടറാണ് ചെയ്യണതെന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കമ്പ്യൂട്ടറിനും തെറ്റ് പറ്റും അല്ലേ. എത്ര നന്നായിട്ട് പിള്ളേർ എഴുതിയാലും ചില സബ്ജക്ട്സിന് മാർക്ക് കുറഞ്ഞു പോകും, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പെർസെൻറ്റേജ് കിട്ടൂല, അല്ലെങ്കിൽ ചിലപ്പോൾ തോറ്റു പോകാം. അപ്പം ഞാൻ എൻ്റെ മോനോട് പറയണമായിരുന്നു, എങ്ങാനും തോറ്റു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോണ്ട് വറി, പപ്പയും മമ്മിയും നിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ ഇനി എഴുതും, ഇനിയും പരീക്ഷ എഴുതും, നമുക്ക് ഇഷ്ടംപോലെ ചാൻസുകളുണ്ട്. നമ്മൾ അതോർത്ത് ഒന്നും അഥവാ തോറ്റാൽ തന്നെ ഒന്നും നമുക്ക് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ടിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൻ ഭയങ്കര ചിരിയും, മമ്മി കൊള്ളാലോ എന്നും പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം ഞാനിത് പറയാൻ കാരണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണെന്ന്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട്, അല്ലെങ്കിൽ മാർക്ക് വന്നിട്ട് പിള്ളേർക്കുടെ മാർക്ക് കുറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്, ഇതിലൊക്കെ മുൻപ് ഒരു ധൈര്യം, ഒരു സപ്പോർട്ട് അവർക്ക് കൊടുക്കുക. എന്ത് തന്നെയായാലും നമ്മൾ ഫേസ് ചെയ്യും. ഇന്നത്തെ കാലത്ത് ഇതൊന്നും അല്ല വലിയ കാര്യം. ഓക്കെ, നമുക്ക് ഇനിയും പരീക്ഷ എഴുതാനുള്ള വകുപ്പുകളെല്ലാവരും ഉണ്ട്, നമുക്ക് എഴുതിയെടുക്കാം. പിന്നെ ഇപ്പോൾ എല്ലാത്തിനും ഫുള്ള് മേടിച്ച് റാങ്ക് മേടിക്കണം, അതൊന്നും വലിയ കാര്യമല്ല. നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് എവിടെയും ഏത് മേഖലയിലായാലും നമുക്ക് കഴിവും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. കുറേ പഠിച്ച് മാർക്ക് പേപ്പറിൽ കിട്ടിയതിലല്ല കാര്യം എന്നൊക്കെയുള്ള ഒരു സപ്പോർട്ടീവ് ടോക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ മക്കൾക്ക് കൊടുത്താൽ നല്ലതായിരിക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് ഓർത്തത്. അപ്പോൾ വീഡിയോ ശ്രമിച്ച എല്ലാവർക്കും താങ്ക് യു.